ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കർശനമായ ചില നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സന്നിധാനത്തെത്തുന്നവർ അതാത് ദിവസത്തെ ബുക്കിംഗ് സ്ലിപ്പുകളുമായിട്ട് വേണം എത്തിച്ചേരാൻ. അതോടൊപ്പം തന്നെ ടൈം സ്ലോട്ടുകളും കൃത്യമായി പാലിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സർക്കാരാണ് ചില കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് പല തീയതികളിൽ ബുക്കിംഗ് എടുത്ത ശേഷം അയ്യപ്പന്മാർ ദർശനത്തിനായി എത്തുന്നു. അവരെ സന്നിധാനത്തേക്ക് കയറ്റിവിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹൈക്കോടതി ഇതിൽ ഒരു നിബന്ധന തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാരണവശാലും മറ്റൊരു ദിവസത്തെ ബുക്കിംഗ് എടുത്തുകൊണ്ട് സന്നിധാനത്തേക്ക് വരാൻ പാടില്ല. അത്തരത്തിലുള്ള ആളുകളെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടേണ്ടതില്ല. കർശനമായി ഇത് നടപ്പാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബുക്കിംഗ് കൂപ്പണുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്നുകൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇന്ന് മുതൽ ഇനി സന്നിധാനത്തേക്ക് എത്തുന്നവർ കൃത്യമായും അതാത് ദിവസത്തെ ബുക്കിംഗ് കൂപ്പണുകളുമായി വേണം വരാൻ. അതോടൊപ്പം തന്നെ ടൈം സ്ലോട്ടുകൾ മാറി വന്നാൽ അതും സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി വരും. ഈ ഉത്തരവ് ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ ഫോൺ നമ്പറുകൾ ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടാകും. അപ്പോൾ ആ ഫോൺ നമ്പറുകളിലേക്ക് ഈ സമയക്ലിപ്തത പാലിക്കണമെന്ന കാര്യം SMS-ലൂടെ അറിയിക്കാൻ കൂടി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സന്നിധാനത്ത് ഇന്നലെ ഏതാണ്ട് 87,000-ഓളം പേരാണ് എത്തിയത്. അതിൽ തന്നെ പലരും മറ്റ് തീയതികളിൽ ബുക്കിംഗ് എടുത്തവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് പതിവ് പോലെ തന്നെ തുടരും. ആ സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിനും ചീഫ് പോലീസ് കോർഡിനേറ്റർക്കും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നേരത്തെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. അതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകും. പക്ഷേ മറ്റ് തീയതികളിലെ ബുക്കിംഗ് സ്ലിപ്പുകളുമായി എത്തിയാൽ ഇനി സന്നിധാനത്ത് പ്രവേശിക്കാൻ കഴിയില്ല. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.